എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 35, 36 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. രുക്മിണിയെ നല്ല നല്ല രാജാക്കന്മാരെയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ രാജകുമാരന്മാരെയൊക്കെ കാണിച്ചിട്ട് വിവാഹം കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഇനി കാണാൻ പോണത്. നമുക്ക് ആദ്യം 35ാമത്തെ ശ്ലോകം നോക്കാം. ഭിത്തിഷ്വധാലിഖ്യ നരേന്ദ്രപുത്രാൻ യഥാവയോ വർണ്ണവിലാസരൂപം പ്രദർശയാമാസ ദുരാത്മജായൈ തദന്വയജ്ഞേന സഖീജനേന. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ഭിത്തിഷു അധ ആലിഖ്യ നരേന്ദ്രപുത്രാൻ യഥാവയോ വർണ്ണവിലാസരൂപം പ്രദർശയാമാസതു ആത്മജായൈ തദന്വയജ്ഞേന സഖീജനേന. അച്ഛനമ്മമാരെന്താണ് ചെയ്തത് എന്ന് പറയുകയാണ്. അധ അനന്തരം തൗ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് ആ വാക്ക് നമ്മൾ ഇവിടേക്ക് അധ്യാഹരിക്കണം, കൂട്ടിച്ചേർത്ത് പറയണം. ഭീഷ്മകനും അദ്ദേഹത്തിൻ്റെ പത്നിയും ചേർന്നിട്ട് തദന്വയജ്ഞേന സഖീജനേന. സഖീജനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരികൾ, അതായത് രുക്മിണിയുടെ കൂട്ടുകാരികൾ, സഖിമാർ. അവരുടെ ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ് തദന്വയജ്ഞേന എന്ന്. തദന്വയം എന്നുള്ളത് കൊണ്ട് തേഷാമന്വയം എന്നർത്ഥം. തേഷാം എന്ന് പറഞ്ഞാൽ രാജകുമാരന്മാരുടെ അന്വയം. അന്വയം എന്ന് പറഞ്ഞാൽ വംശം, കുലം, പാരമ്പര്യം, പഠനം, അതായത് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, ഇതൊക്കെ നല്ലവണ്ണം അറിയുന്നവരായിട്ടുള്ള സഖീജനങ്ങൾ. അതായത് രാജകുമാരിക്ക് ആ രാജകുമാരിയുടെ കൂടെ എപ്പോഴും നടക്കുന്നവരായിട്ടുള്ള സഖിമാർ പലതരത്തിലുണ്ട്. വെറുതെ നേരം കളയാൻ വേണ്ടിയിട്ടും തമാശ പറയാൻ വേണ്ടിയിട്ടുള്ള സുഹൃജനങ്ങളുണ്ടാവും. നല്ല മിടുക്കത്തികളായിട്ടുള്ള മന്ത്രിണിമാർ കൂടെ എപ്പോഴും നടക്കുന്ന, രാജാവിൻ്റെ കൂടെ മന്ത്രിമാരുണ്ടാവണ പോലെ തന്നെ രാജകുമാരന്മാരുടെ കൂടെ മന്ത്രിമാർ, അതുപോലെ രാജകുമാരിമാരുടെ കൂടെ മന്ത്രിണിമാരും ഉണ്ടാവും. നല്ല മിടുക്കത്തികളായിട്ടുള്ള തോഴികൾ. നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണം കണ്ടിരിക്കുന്നത് ബാണൻ്റെ മകളായിട്ടുള്ള ഉഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ചിത്രലേഖ. ചിത്രലേഖ എന്ന് പറയുന്നത് അച്ഛൻ്റെ മന്ത്രിയായിട്ടുള്ള സംഭാണ്ഡൻ്റെ മകളായിരുന്നു ചിത്രലേഖ. ആ പേര് പോലെ തന്നെ ചിത്രം വരയ്ക്കാനൊക്കെ നല്ല മിടുക്കത്തിയായിരുന്നു. നല്ല ഗുണഗണങ്ങളും മായിക വിദ്യയൊക്കെ പഠിച്ചിട്ടുള്ളവളൊക്കെ ആയിരുന്നു ചിത്രലേഖ. അത്രയ്ക്ക് മിടുക്കത്തിയായിരുന്നു ആ കൂട്ടുകാരി. അതുപോലെ നല്ല കഴിവുറ്റവരായിട്ടുള്ള കൂട്ടുകാരികളാൽ, സഖീജനേന ഭിത്തിഷു. അവർ ഈ ചിത്രലേഖയെ പോലെ തന്നെയാണ്. അവരെന്താ ചെയ്തത്? ഭിത്തികളിൽ, ചുമരിലൊക്കെ യഥാവയോവർണ്ണവിലാസരൂപം നരേന്ദ്രപുത്രാനാലിഖ്യ, രാജകുമാരന്മാരെ വരച്ചിട്ട്. എങ്ങനെയുള്ള രാജപുത്രന്മാർ? ഇവർക്ക് ചേരുന്ന, അതായത് രുക്മിണിയുടെ വംശവുമായിട്ട് ചേർന്ന് പോകുന്ന വയസ്സിന് ചേർന്നവർ, വർണ്ണത്തിന്, അതായത് നിറത്തിനോ സൗന്ദര്യത്തിനോ ഒക്കെ ചേർന്നവർ, അങ്ങനെ പറയാം. അതുപോലെ വിലാസം, രൂപം, അവളുടെ സ്വഭാവം, ശീലം, ആകാരം, ഇതിനൊക്കെ ചേർന്ന വിധത്തിലുള്ള രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ. അതാണ് വിലാസരൂപം നരേന്ദ്രപുത്രാനാലിഖ്യ. അങ്ങനെയൊക്കെയുള്ള രാജകുമാരന്മാരുടെ ചിത്രം വരച്ചിട്ട് അവരുടെ ചിത്രമൊക്കെ ഭിത്തിയിൽ വരഞ്ഞിട്ടു ഈ സഖിമാർ. അതായത് ഓരോരോ വംശത്തിൽ, ഓരോരോ രാജ്യങ്ങളിൽ ഇവർക്ക് പരിചയമുള്ള രാജാക്കന്മാരുടെ മക്കൾ കുറേ പേര് ആ സമയത്ത് വിവാഹപ്രായമായിട്ട് നിൽക്കുന്നവരുണ്ടാവും. അവരുടെ ചിത്രങ്ങളൊക്കെ ചുമരിൽ വരച്ചിട്ടിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അവരുടെ, അതായത് ചേർച്ചയുള്ളവരുടെ ചിത്രം മാത്രമേ വരച്ചിട്ടുള്ളൂ. കണ്ടാലായാലും കൊണ്ടാലായാലും രൂപം കൊണ്ടായാലും വിദ്യാഭ്യാസം കൊണ്ടായാലും കുലമഹിമ കൊണ്ടായാലും ഒക്കെ ചേരുന്ന രാജകുമാരന്മാരുടെ ചിത്രമാണ് ഭിത്തികളിലൊക്കെ വരഞ്ഞിട്ടത്. രുക്മിണിയുടെ സഖീജനങ്ങളാൽ അങ്ങനെ വരച്ചിട്ടതായ ചിത്രങ്ങൾ എന്ത് ചെയ്തു അച്ഛനമ്മമാർ? ആത്മജായൈ പ്രദർശയാമാസതു. ആ ചിത്രങ്ങളൊക്കെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത് ഇന്ന ആളുടെ ചിത്രമാണ്, ഇന്നതാണ് പേര്, ഇന്ന വംശത്തിലുള്ള ആളാണ്, ഇന്ന രാജ്യത്തെ രാജകുമാരനാണ്, ഇത്രയൊക്കെയാണ് പഠിപ്പ്, ഇതൊക്കെയാണ് ഗുണങ്ങൾ, ശീലങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അച്ഛനമ്മമാർ. അവർ രണ്ടുപേരും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് പ്രദർശയാമാസു എന്നാണ് ക്രിയാപദം വരണത്. അത് ലിറ്റിൽ വരണ രൂപമാണ്.
അച്ഛനമ്മമാർ അപ്പോൾ ഇവളെ ഒന്ന് പ്രേരിപ്പിക്കാം, രുക്മിണിക്ക് ഈ കാണുന്ന രാജകുമാരന്മാരിൽ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ചിത്രങ്ങൾ ഭിത്തിയിലൊക്കെ വരഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാൻ ആരംഭിച്ചു, പ്രദർശിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെയെങ്കിലും കുട്ടിക്ക് ഇഷ്ടമുണ്ടാവട്ടെ, രുക്മിണിക്ക് ആരോടെങ്കിലും ഒരു പ്രേമം തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ രുക്മിണി ചെയ്തത് എന്നുള്ളതാണ് 36ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്കത് ചൊല്ലാം. തത്തദ്ഗുണഖ്യാപന തത്പരാഭിർനിർദിശ്യമാന ക്രമശഃ സഖീഭി തയാ വ്യലക്ഷ്യന്ത നരേന്ദ്രപുത്ര നേത്രേണ സാവജ്ഞവിവർത്തിതേന. ശ്ലോകം വായിക്കുമ്പോൾ തന്നെ എന്താ രുക്മിണി ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തത്തദ്ഗുണഖ്യാപന തത്പരാഭി നിർദിശ്യമാനാഃ ക്രമശഃ സഖീഭി തയാ വ്യലക്ഷ്യന്ത നരേന്ദ്രപുത്രാഃ നേത്രേണ സാവജ്ഞവിവർത്തിതേന. കാര്യമായിട്ടൊന്നും പദച്ഛേദം പറയാനില്ല, കുറച്ച് വലിയ പദങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്. അച്ഛനമ്മമാരും കാണിച്ചു കൊടുത്തു, സഖിമാരത് വർണ്ണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സഖിമാരുടെ വർണ്ണനയെ പറ്റിയിട്ട് പറയാണ്. തത്തത് ഗുണഖ്യാപന തത്പരാഭി സഖീഭി. അതായത് ക്രമമായിട്ട് വരച്ചു വച്ചിരിക്കുന്ന 10ഓളം രാജകുമാരന്മാരുണ്ടെന്ന് വെച്ചാൽ അവരുടെ ഒക്കെ തന്നെ തേഷാം തേ ഗുണാഹ, അതത് രാജകുമാരന്മാരുടെ അതത് ഗുണങ്ങൾ. അതാണ് തത് ഗുണഖ്യാപനം. തേച്ച ഗുണാഹ, ആ ഓരോരോ രാജകുമാരന്മാർക്കും എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടായിരുന്നുവോ അതിനെ ഖ്യാപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രഖ്യാപനം ചെയ്യുക, അത് ഉറക്കെ പറഞ്ഞു കൊടുക്കുക. ഇയാൾ ഇന്ന കാര്യത്തിലും മിടുക്കനാണ്, യുദ്ധം ചെയ്യാൻ വളരെ നിപുണനാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ നൃത്തം കണ്ട് ആസ്വദിക്കാൻ പാട്ടുപാടാൻ മിടുക്കനാണ് ഇദ്ദേഹം, അസ്ത്രവിദ്യയിൽ പ്രത്യേകിച്ച് വില്ലാളി വീരനാണ് ഈ രാജാവ്, അല്ലെങ്കിൽ ഗദായുദ്ധത്തിൽ മിടുക്കനാണ് ഈ രാജാവ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് വളരെ സ്നേഹം പുലർത്തുന്ന ആളാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ഓരോ ഗുണങ്ങൾ അവരവരുടെ അച്ഛനമ്മമാർ, അതുപോലെ ആ കുലം, വയസ്സ്, വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സഖിമാർ. അതാണ് തത് ഗുണഖ്യാപന തത്പരാഭി, അതിൽ താല്പര്യം പൂണ്ടവരായിട്ടുള്ള സഖിമാരാൽ നിർദ്ദിശ്യമാനാഹ നരേന്ദ്രപുത്രാഹ, നിർദ്ദേശിക്കപ്പെടുന്നവരായിട്ടുള്ള രാജകുമാരന്മാർ. ഭിത്തിയിൽ വരച്ച ഓരോരുത്തരെ പറ്റിയിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും രാജകുമാരന്മാരെ പറ്റി പലതും പറഞ്ഞു കൊടുത്തു രുക്മിണിയോട്. എന്നിട്ടും എന്താണ്ടായത്? തയാ രുക്മിണ്യ സാവജ്ഞ വിവർത്തിതേന നേത്രേണ. സാവജ്ഞം അവജ്ഞയാ സഹ വർത്തതേതി സാവജ്ഞം. പുച്ഛത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാതെ, അങ്ങനെ ഒരാളുടെ ചിത്രം അവിടെ ഉണ്ടെന്നുള്ള ഒരു മട്ടന്നെ കാണിക്കാതെ സാവജ്ഞ വിവർത്തിതം. അപ്പോൾ അവജ്ഞ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ഭാഗത്തേക്ക് നോക്കുക തന്നെയില്ല, മുഖം അല്ലെങ്കിൽ കണ്ണ് വേറൊരു ഭാഗത്തേക്ക് നോക്കും, ദൃഷ്ടി വായിക്കും, എന്നിട്ട് കാണാത്ത പോലെ അങ്ങോട്ട് നടക്കും. അതാണ് നേത്രേന വ്യലക്ഷ്യന്ത. രാജകുമാരന്മാർ അപ്രകാരമൊക്കെ നോക്കപ്പെട്ടു, അതായത് ഒട്ടും നോക്കിയില്ല. ആ രാജകുമാരന്മാരെ കണ്ണ് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ട് നോക്കി എന്ന് പറഞ്ഞാലോ നോക്കിയിട്ടില്ല എന്നാണല്ലോ അർത്ഥം. ഒട്ടും ശ്രദ്ധിച്ചെന്നില്ല. അങ്ങനെ കുറേ കുമാരന്മാരുടെ ചിത്രം അവിടെ ഉണ്ടെന്ന് പോലും രുക്മിണി ആലോചിച്ചത് പോലും ഇല്ല. അതാണിവിടെ പറഞ്ഞത്. വ്യലക്ഷ്യന്ത എന്നുള്ള വാക്കിന് അവലോകിതാഹ എന്ന് തന്നെയാണ് അർത്ഥം. അവലോകനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കുക എന്നർത്ഥം. എങ്ങനെ നോക്കണത്? കണ്ണ് മാറ്റിയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയിട്ട് തന്നെ ഇല്ല എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. സംസ്കൃതത്തിൽ ചില വർണ്ണനയുടെ രീതിയാണിത്. മുഖം അങ്ങോട്ട് തിരിച്ചിട്ട് നോക്കി എന്ന് പറയുമ്പോൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കി എന്നുള്ള അർത്ഥവും കിട്ടും. അതുപോലെ തന്നെ ചിത്രത്തിൽ നിന്ന് മുഖം തിരിച്ചിട്ട് നോക്കി എന്ന് പറയുമ്പോൾ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് തന്നെ ഇല്ല എന്നുള്ള അർത്ഥവും കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രുക്മിണിക്ക് ഈ രാജകുമാരന്മാരിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഭിത്തിഷ്വഥാലിഖ്യ നരേന്ദ്രപുത്രാൻ യഥാ വയോവർണ്ണവിലാസരൂപം പ്രദർശയാമാസ ദുരാത്മജായൈ തദന്വയജ്ഞേന സഖീജനേന തത്തദ്ഗുണഖ്യാപന തത്പരാഭിർനിർദിശ്യമാനാ ക്രമശഃ സഖീഭിഃ തയാ വ്യലക്ഷ്യന്ത നരേന്ദ്രപുത്രാ
നേത്രേണ സാവജ്ഞ വിവർത്തിതേന. അങ്ങനെ ആരെയും ശ്രദ്ധിക്കാതെ നടക്കുന്ന ആ രുക്മിണിക്ക് ഒരു വരനെ വേണം. അതാണ് ബ്രാഹ്മണൻ പറഞ്ഞു വരണത്. ഇനിയും അടുത്ത ശ്ലോകങ്ങളിലും വർണ്ണനകളൊക്കെ തന്നെയാണ്. കൃഷ്ണനോട് ആ വിഷയം അങ്ങോട്ട് അവതരിപ്പിക്കണേ ഉള്ളൂ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.